നമസ്കാരം. അതിജീവിതയെ വീണ്ടും അപമാനിച്ചുവെന്ന് കാട്ടി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കാൻ സൈബർ പോലീസ് കോടതിയിൽ. വ്യാജ അതിജീവിത പ്രയോഗമാണ് രാഹുൽ ഈശ്വറിന് വിനയായത്. 19-ാം തീയതി ഹാജരാകാനാണ് കോടതിയുടെ ഉത്തരവ്. അതിജീവിതയ്ക്കെതിരെ പരാതിയുമായി രാഹുലും രംഗത്ത് വന്നിട്ടുണ്ട്. തനിക്കെതിരെ നിരന്തരം പരാതി നൽകി തന്റെ ജീവിതം തകർക്കുന്നുവെന്നാണ് രാഹുൽ ഈശ്വറിന്റെ പരാതി. അതിജീവിതയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വറിന് തിരുവനന്തപുരം ACJM കോടതിയാണ് നോട്ടീസ് അയച്ചത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൈബർ പോലീസ് നൽകിയ അപേക്ഷയിലാണ് കോടതിയുടെ നടപടി. ഈ മാസം 19-ന് നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകാനാണ് കോടതിയുടെ നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് രാഹുൽ ഈശ്വർ കർശനമായ വ്യവസ്ഥകളോടെ ജാമ്യം നേടിയത്. എന്നാൽ അതിജീവിതയെ വ്യാജ അതിജീവിത എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചത് ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്ന് സൈബർ പോലീസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടി. വ്യാജ അതിജീവിത എന്ന് വിളിച്ചത് യുവതിയിൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കിയെന്നും തിരുവനന്തപുരം സൈബർ പോലീസ് നൽകിയ അപേക്ഷയിൽ പറയുന്നു. ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അഭിമാനിക്കുന്ന വിധത്തിൽ പ്രതികരണങ്ങൾ നടത്തിയെന്ന് അതിജീവിത പോലീസിൽ പരാതി നൽകി. ഈ പരാതി അന്വേഷിച്ചാണ് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. ജാമ്യ വ്യവസ്ഥ ലംഘിക്കും വിധത്തിൽ അതിജീവിതയെ അപമാനിച്ചു. ഇത് പൊതുസമൂഹത്തിൽ അതിജീവിതയ്ക്ക് അവഹേളനത്തിനും അപമാനത്തിനും ഇടയാക്കി. പരാതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നിന്നും അതിജീവിതയെ പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാഹുൽ ഈശ്വറിന്റെ അപമാനിക്കലെന്നും അപേക്ഷയിൽ സിറ്റി സൈബർ പോലീസ് പറയുന്നു. അതേസമയം തനിക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ താനും പരാതി നൽകി എന്നാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. തനിക്കെതിരെ നിരന്തരമായി പരാതി നൽകി സ്വൈര്യ ജീവിതം നശിപ്പിക്കുകയാണ് അതിജീവിത ചെയ്യുന്നത്. അതിജീവിത ഗൂഢാലോചന നടത്തിയെങ്കിൽ അന്വേഷിക്കണം. 10-ാം തീയതി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഇതുവരേക്കും നടപടികൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല. 19-ന് ഹാജരാകണമെന്ന കോടതിയുടെ നോട്ടീസ് ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല എന്നും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു.